ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കോമ്പറ്റിറ്റീവ് എക്സാംസ്, അതായത് ബാങ്ക്, SSC, റെയിൽവേസ് മുതലായ PSC, കേരള PSC എന്നീ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് എൻ്റെ ഈ വീഡിയോസിൽ, ഈ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ 2 ലാംഗ്വേജിലാണ് നോട്ട്സ് തരുന്നത്. ഒന്ന് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേജിൽ ന്യൂസ് ഉണ്ടായിരിക്കും. സെയിം ന്യൂസ് നെക്സ്റ്റ് പേജിൽ ഞാൻ മലയാളത്തിൽ അതിൻ്റെ നോട്ട്സ് തരുന്നതാണ്. സോ മലയാളത്തിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എഴുതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിച്ചാലും മതി. കാരണം നോട്ട്സ് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചാലും മതി. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിറ്റാമിൻ ഏഞ്ചൽസ് ഇന്ത്യ പാർട്ട്നേഴ്സ് വിത്ത് യൂണിസെഫ് ഇന്ത്യ ഫോർ പോഷൻ മാഹ് 2022. അപ്പോൾ വിറ്റാമിൻസ് ഏഞ്ചൽസ് ഇന്ത്യ അതേപോലെ യൂണിസെഫും കൂടി യൂണിസെഫ് ഇന്ത്യയും കൂടി പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് പോഷൻ മാഹ്, അതായത് ന്യൂട്രീഷൻ മന്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ലാർജർ സ്കോപ്പ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഇൻക്ലൂഡ്സ് ദ ലോഞ്ച് ഓഫ് പോഷൻ ഇന്നോവേഷൻ പ്ലാറ്റ്ഫോം ഇൻ January 2023 വിത്ത് ദ എയിം ടു കോമ്പാറ്റ് അണ്ടർ ന്യൂട്രീഷൻ ഇൻ ദ കൺട്രി. അപ്പോൾ അണ്ടർ ന്യൂട്രീഷൻ, പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷനാണ്. അപ്പോൾ അണ്ടർ ന്യൂട്രീഷനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എയിമോട് കൂടിയിട്ടാണിത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദ പ്ലാറ്റ്ഫോം ഈസ് ടു ഡെവലപ്പ് കണ്ടിന്യൂസ് സാൻഡ് ബോക്സിംഗ് ഓഫ് ഐഡിയാസ്, മെൻറ്ററിംഗ് ബൈ എക്സ്പേർട്സ് ആൻഡ് സീഡ് ഫണ്ടിംഗ് ബൈ ദ പ്രൈവറ്റ് സെക്ടർ. A phase-wise approach will be followed to assemble the PIP between September 2022 and December 2026. അപ്പോൾ വിറ്റാമിൻസ് ഏഞ്ചൽസ് ഇന്ത്യയും അതേപോലെ യൂണിസെഫ് ഇന്ത്യയും കൂടിയാണ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത് പോഷൻ മാഹ് 2022 വേണ്ടി. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Cabinet approves modification in program for development of semiconductors and display manufacturing ecosystem in India. അപ്പോൾ ക്യാബിനറ്റ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് മോഡിഫിക്കേഷൻസ്. എന്തിനാണ്? പ്രോഗ്രാം ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റംസ് ഇൻ ഇന്ത്യയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് മോഡിഫിക്കേഷൻസ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഫിസിക്കൽ സപ്പോർട്ട് ഓഫ് 50% ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ എ pari passu basis will be available under the scheme for a setting up of compound semiconductors, silicon photonics, sensors, fab and semiconductor ATMP OSAT facilities in India. അപ്പോൾ ക്യാബിനറ്റാണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഡിഫെൻസ് ഇറ്റ്സ് എ ഡിസിഷൻ ടു ബാൻ റൈസ് വീറ്റ് എക്സ്പോർട്ട്സ് അറ്റ് WTO. അപ്പോൾ ഇന്ത്യ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഡിസിഷൻ, റൈസ് അതേപോലെ വീറ്റ് എക്സ്പോർട്ട്സ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ. അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം. In May 2022, India restricted export of wheat to enhance domestic availability. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ വീറ്റിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പോർട്ട് ഓഫ് വീറ്റ് നമ്മൾ തടഞ്ഞത് May 2022. ദിസ് മന്ത് ഇറ്റ് ഓൾസോ ബാൻഡ് ദ എക്സ്പോർട്ട് ഓഫ് ബ്രോക്കൺ റൈസ്. അതേപോലെ ഈ മാസം ബ്രോക്കൺ റൈസിൻ്റെയും എക്സ്പോർട്ട് തടഞ്ഞു. അതും ഇതേപോലെ വീറ്റിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ റൈസിൻ്റെയും അവൈലബിലിറ്റി, ഡൊമസ്റ്റിക് അവൈലബിലിറ്റി, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് തടഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇമ്പോസ്ഡ് 20% എക്സ്പോർട്ട് ഡ്യൂട്ടി ഓൺ നോൺ ബസ്മതി റൈസ് എക്സെപ്റ്റ് ഫോർ എ പാർബോയിൽഡ് റൈസ് ടു ബൂസ്റ്റ് ഡൊമസ്റ്റിക് സപ്ലൈസ് അമിഡ് എ ഫാൾ ഇൻ ഏരിയ അണ്ടർ പാഡി ക്രോപ്പ് ഇൻ ദ കറണ്ട് ഖാരിഫ് സീസൺ. അപ്പോൾ ഇന്ത്യ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഡിസിഷൻ. റൈസ് ആൻഡ് വീറ്റ് എക്സ്പോർട്ട്സ് തടയാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ADB ട്രിംസ് ഇന്ത്യ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ബൈ 50 basis points to 7% for 2023.
അപ്പോൾ ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ട്രിം ചെയ്തിരിക്കുകയാണ്. 50 ബേസിസ് പോയിൻറ്റ് കുറച്ചിട്ട് 7.5 ഉള്ളത് 7% ആക്കിയിരിക്കുകയാണ് 2023 ഫിനാൻഷ്യൽ ഇയറിലേക്ക്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റെഡ്യൂസ്ഡ് ദ ഫോർകാസ്റ്റ് ഫോർ ഇന്ത്യാസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോത്ത് ഫോർ ദ ഫിസിക്കൽ 2022-23 to 7% from 7.2%. 7.2 അല്ല 7.5 ആണ്. Citing weak global demand and tightening monetary policy to combat inflationary pressures brought on by high prices for oil and other commodities. അപ്പോൾ ടേക്കിയോ കോനീഷിയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കൺട്രി ഡയറക്ടർ ഫോർ ഇന്ത്യ. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ട്രിം ചെയ്തിരിക്കുകയാണ് ഗ്രോത്ത് എസ്റ്റിമേറ്റ് 50.50% ആണ് ട്രിം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 7% ആക്കിയിരിക്കുകയാണ് 2023 ഗ്രോത്ത് എസ്റ്റിമേറ്റ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അഗ്രികൾച്ചർ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമർ അഡ്രസ്സസ് ലീഡ്സ് 2022 കോൺഫറൻസ്. അപ്പോൾ അഗ്രികൾച്ചർ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമർ ലീഡ്സ് 2022 കോൺഫറൻസ് അഡ്രസ്സ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റർ തോമർ വിർച്വലി അഡ്രസ്ഡ് ദ ലീഡ്സ് 2022 കോൺഫറൻസ് ഓർഗനൈസ്ഡ് ബൈ ദ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ ന്യൂഡൽഹി. ഇൻ ദ സെഷൻ ഓൺ ഫുഡ് ഫോർ ഓൾ ഫാം ടു ഫോർക്ക് ദ മിനിസ്റ്റർ സെഡ് the country's agriculture sector has registered a growth of 3.9% despite the COVID pandemic. അപ്പോൾ അഗ്രികൾച്ചർ മിനിസ്റ്ററാണ് നരേന്ദ്ര സിംഗ് തോമർ. അപ്പോൾ ലീഡ്സ് 2022 കോൺഫറൻസ് അഡ്രസ്സ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ടു ഹോസ്റ്റ് മെയ്ഡൻ MotoGP റേസ് ഇൻ 2023 ടു ബി ലേബിൾഡ് ആസ് എ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഭാരത്. സോ ഇന്ത്യ ഫസ്റ്റ് MotoGP റേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2023. അത് അതിൻ്റെ ലേബൽ ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഭാരത് എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. MotoGP commercial rights owner Dorna and Noida based race promoters Fair Street Sports signed a MOU to host the premier two-wheel racing event in India for the next 7 years. അപ്പോൾ ടൂ വീൽ റേസിംഗ് ഇൻ ഇന്ത്യ അടുത്ത 7 വർഷത്തേക്ക് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. The Budh International Circuit, which will be hosting the MotoGP race, was once home to Formula 1 Indian Grand Prix, held 3 consecutive years from 2011 to 13. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോർമുല 1 F1 ഇന്ത്യൻ ഗ്രാൻഡ് പ്രിക്സിന് ഉണ്ടായിരുന്നു. 2011 to 13 3 വർഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് MotoGP റേസ് ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2023. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ ലോഞ്ചസ് സ്കെയിൽ ആപ്പ് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ ലെതർ സെക്ടർ. അപ്പം ധർമ്മേന്ദ്ര പ്രധാൻ സ്കെയിൽ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ലെതർ സെക്ടറിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്കെയിൽ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. Union Minister for Education and Skill Development Dharmendra Pradhan has launched the Skill Certificate Assessment for a Leather Employees app, which aims to provide a one-stop solution for the skilling, learning, assessment and employment needs of the leather industry. The app was launched at the Central Leather Research Institute in Chennai. അപ്പോൾ ഈ ആപ്പ് ലോഞ്ച് ചെയ്തത് സെൻട്രൽ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഡെവലപ്പ് ചെയ്തെടുത്തതല്ല, ലോഞ്ച് ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻ്റ് ആയ ധർമ്മേന്ദ്ര പ്രധാനാണ് സ്കെയിൽ ആപ്പ് ലോഞ്ച് ചെയ്തത്. ഡെവലപ്മെൻറ്റ് സെക്ടർ ലെതർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് സ്കെയിൽ ആപ്പ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Center appoints retired Gujarat IFOS officer Bharat Lal as Director General NCGG. സോ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് റിട്ടയർഡ് ഗുജറാത്ത് IFOS ഓഫീസറായ ഭരത് ലാലിനെ. ആരായിട്ടാണ്? ഡയറക്ടർ ജനറൽ ഓഫ് NCGG എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സെൻറ്റർ ഫോർ ഗുഡ് ഗവർണൻസ്.
അതിവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ സെൻറ്റർ ഫോർ ഗുഡ് ഗവർണൻസിൻ്റെ ഡയറക്ടർ ജനറലായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ ഭരത് ലാലിനെ. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 30 kN ഹൈബ്രിഡ് മോട്ടോർ സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ബൈ ISRO അറ്റ് IPRC. അപ്പോൾ IPRCയിൽ വെച്ചിട്ട്, IPRC എന്ന് വെച്ച് കഴിഞ്ഞാൽ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ്, അതിൽ വെച്ചിട്ട് 30 kN ഹൈബ്രിഡ് മോട്ടോർ സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് റൈനോ ഡേ 2022 ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ 22 ആണ്. അപ്പോൾ സെപ്റ്റംബർ 22 ആണ് വേൾഡ് റൈനോ ഡേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. വേൾഡ് റൈനോ ഡേ വാസ് അനൗൺസ്ഡ് ബൈ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സൗത്ത് ആഫ്രിക്ക ഇൻ 2010. 2010 അനൗൺസ് ചെയ്തത്. ദ ഡേ ഗോട്ട് ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ഇൻ 2011. 2011 ഈ ഡേക്ക് ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയത്. വേൾഡ് റൈനോ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ സെപ്റ്റംബർ 22 എവറി ഇയർ ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ 5 സ്പീഷീസ് ഓഫ് റൈനോസേഴ്സ്. അപ്പോൾ റൈനോസേഴ്സിൻ്റെ 5 സ്പീഷീസിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ, അതായത് അതിനെക്കുറിച്ചിട്ടുള്ള നോളേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്, വേൾഡ് റൈനോ ഡേ ആയിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് പ്രസിഡൻസി ഓഫ് പ്രസ്റ്റീജിയസ് AIBD എക്സ്റ്റെൻഡഡ് ഫോർ 1 more year. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻസി ഓഫ് പ്രസ്റ്റീജിയസ് ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് AIBD അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, 1 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പ്രസിഡൻസി. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻസി പ്രസ്റ്റീജിയസ് AIBDയുടെ പ്രസിഡൻസി 1 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യസ് പ്രസിഡൻസി ഓഫ് പ്രസ്റ്റീജിയസ് ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് AIBD ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ഫോർ 1 more year. This was unanimously decided by the AIBD member countries at the 2-day General Conference held in New Delhi. Currently, Chief Executive Officer of Prasar Bharati and Director General of Doordarshan, Mayank Kumar Agarwal, is the President of AIBD. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻസി ഫോർ പ്രസ്റ്റീജിയസ് AIBD എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് 1 വർഷത്തേക്കും കൂടി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ്സ് ജിയോ സിനിമ OTT മെർജർ വിത്ത് വയാകോം 18 മീഡിയ. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു മെർജർ, അതായത് ജിയോ സിനിമ OTT അതിൻ്റെ മെർജർ വിത്ത് വയാകോം 18 മീഡിയ ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. The approval of the Competition Commission of India is required for deals that entail acquisition of shares, assets, control of or voting rights if the involved parties have assets in excess of 2,000 crore in India or a turnover in excess of 6,000 crore rupees. This is strictly to ensure the prevention of unfair trade practices in the business. അപ്പോൾ ഈ അപ്രൂവൽ, അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണമെന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊരു റൂളുണ്ട്. അതായത് 2,000 കോടി രൂപയുടെ മുകളിലുള്ള എക്സസ്സിലുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഈ ഷെയർ വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് അപ്പോയിൻറ്റ്സ് രതൻ ടാറ്റ ആൻഡ് 2 others ആസ് ട്രസ്റ്റീസ് ഓഫ് PM കെയർസ് ഫണ്ട്. അപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് രതൻ ടാറ്റയും അതേപോലെ 2 ആൾക്കാരെയും ട്രസ്റ്റീസ് ഓഫ് PM കെയർസ് ഫണ്ടിൻ്റെ ട്രസ്റ്റീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. വെറ്ററൻ ഇൻഡസ്ട്രിയലിസ്റ്റ് രതൻ ടാറ്റ, ഫോർമർ സുപ്രീം കോർട്ട് ജഡ്ജ് KT തോമസ് ആൻഡ് ഫോർമർ ഡെപ്യൂട്ടി ലോക്സഭ സ്പീക്കർ കാരിയ മുണ്ട ഹാവ് ബീൻ നോമിനേറ്റഡ് ആസ് ട്രസ്റ്റീസ് ഓഫ് ദ PM കെയർസ് ഫണ്ട്. അപ്പോൾ PM കെയർസ് ഫണ്ടിൻ്റെ ട്രസ്റ്റീസായിട്ട് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
Prime Minister is the ex officio chairman of the PM Cares Fund, and the Minister of Defense, Minister of Home Affairs, and the Minister of Finance, Government of India are ex officio trustees of the fund. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ഈ PM കെയർസ് ഫണ്ടാണ്. അതേപോലെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, മിനിസ്റ്റർ ഓഫ് ഹോം അഫെയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലത്തെ ഇവരൊക്കെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, മിനിസ്റ്റർ ഓഫ് ഹോം അഫെയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഇവർ എക്സ് ഒഫീഷ്യോ ട്രസ്റ്റീസാണ് ഈ PM കെയർസ് ഫണ്ടിൻ്റെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും എൻ്റെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. റെഗുലറായിട്ട് വാച്ച് ചെയ്യുക, അതേപോലെ റിവിഷൻ ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് 90 to 95% എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രിവൺ.